കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും രാവിലെ തന്നെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ വന്ന് എല്ലാവരെയും കാണാനും ഈ നിലയിലുള്ള ഒരു കൂട്ടായ്മ അനുഭവിക്കാനും ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മളെ കിടത്തുകയും രാവിലെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്ത് ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതവും വിലപ്പെട്ടത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഒന്നും യാദൃശ്ചികമല്ലല്ലോ. ദൈവപരിപാലനയുടെ വലിയ അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തിന് പ്രത്യേകാല സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് അല്പസമയം ചിന്തിക്കാം. ഞാൻ നിരാശപ്പെടുത്തിയാലും ദൈവവചനം നിരാശപ്പെടുത്തില്ല എന്ന ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റേതായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിൻ്റേതായിരിക്കുന്ന ഒരു ബലമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിൽ ധൈര്യപ്പെട്ട് ഇരിക്കാം. കർത്താവ് നമ്മളെ ഏറ്റവും സഹായിക്കട്ടെ. രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, രക്ഷയുടെ ത്രികാല അനുഭവം എന്ന വിഷയമാണ് നമ്മുടെ നോട്ടീസിലൊക്കെ വെച്ചിരിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയാം, പങ്കുവയ്ക്കാം. അത് നമുക്ക് വളരെ അനുഗ്രഹമായിട്ട് തീരട്ടെ. മറ്റേത് വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അത്ഭുതങ്ങൾ അവസാനിച്ചാലും ദൈവം നമുക്ക് തന്ന രക്ഷയെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കരുത്. രക്ഷയിലുള്ള സന്തോഷം, രക്ഷയിലുള്ള എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ വലിയ പാടാണ്. പിന്നെ തിരിച്ചെടുക്കാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ പറഞ്ഞാലും അതൊന്നും ഇതിന് പകരമാകുന്ന കാര്യങ്ങളല്ല എന്നതിന് യാതൊരു സംശയവുമില്ല. എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര വലിയ രക്ഷ എന്നാണ്. ദൈവമേ, ചിന്തിച്ചു നോക്കിയാൽ എന്തൊരു രക്ഷയാണ്, എന്തൊരു പരിപാടിയാണ് ദൈവം ഒരുക്കിയത് എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതെയും ദൈവത്തിന് നന്ദി പറയാതെ ഇരിക്കാനായിട്ട് പറ്റില്ല. പല വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് രക്ഷയിലുള്ള അവരുടെ വണ്ടർ, അവരുടെ ആ ഒരു അതിശയവും സന്തോഷമൊക്കെ കൈമോശം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞു പോയിരിക്കുന്നു. അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം തീർച്ചയായിട്ടും. എന്നാൽ അത് ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ സന്തോഷം പോവും, താളം നഷ്ടപ്പെടും. എന്നാൽ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ രക്ഷയുടെ സന്തോഷം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ മറ്റ് കാര്യങ്ങളിലൊക്കെ കുറവ് വന്നാലും ആ സന്തോഷം ഒരു സന്തോഷമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കും. രക്ഷയുടെ ആഴങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ഒരുക്കി തന്ന ഈ രക്ഷ, നാം രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുമെങ്കിലും അതിന് ദൈവം ഒരുക്കിയ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവം അതിന് മുടക്കിയ വിലയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നി. എന്തൊരു പരിപാടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, നല്ല ബ്രാൻഡ് ന്യൂ ആയിരിക്കുന്ന ഒരു പുതിയ വെഹിക്കിൾ, ഒരു ഇമ്പോർട്ടഡ് വണ്ടി തന്നെ നമ്മൾ വാങ്ങി, ഒരു 10-80 ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ആ വണ്ടി നമ്മളിങ്ങനെ പോയി കണ്ട സമയത്ത് നമുക്ക് തോന്നി, കൊള്ളാം, നല്ല വണ്ടി, നല്ല രസമുണ്ടല്ലോ, നല്ല ഡിസൈനും നല്ല കളറും നല്ല അപ്പിയറൻസും ഒക്കെ ഉണ്ട്, കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ നമ്മളോട് പറഞ്ഞു, വണ്ടിക്കകത്തൊന്ന് കയറി ഇരുന്ന് നോക്കിയെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ നമുക്ക് കുറേയും കൂടെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല ഫൈൻ എക്സ്പീരിയൻസ് ആണ്, വളരെ നന്നായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കിയാലോ. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തു, ഒരു 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് പറഞ്ഞു, എന്തൊരു സസ്പെൻഷനാണ്, എന്നാ സുഖമാണ്, നമ്മുടെ വണ്ടി ഒന്നും ഇതിൻ്റെ 5 അയലക്കത്ത് വരില്ല, നല്ല സുഖമായിരിക്കുന്ന യാത്ര. പിന്നെ അതിനകത്തെ സെക്യൂരിറ്റികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അവർക്കും എയർ ബാഗൊക്കെ ഉണ്ട്, മറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെയും അത്ഭുതം കൂടുകയാണ്. അപ്പോൾ ഡ്രൈവർ നിർത്തിയിട്ട് പറഞ്ഞു, ഇനി കുറച്ച് നേരം ബ്രദർ ഒന്ന് ഓടിച്ച് നോക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓടിച്ചപ്പം ഇതുവരെ ഓടിച്ച ഒരു വണ്ടികളുമായിട്ട് അതിനൊരു കമ്പാരിസണും ഇല്ല, അത്ര സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. വീണ്ടും വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അവരതിൻ്റെ ബോണറ്റൊക്കെ തുറന്ന് ഇതിനകത്ത് എഞ്ചിനൊക്കെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനൊക്കെ നോക്കിയ സമയത്ത് എന്തൊരു അറേഞ്ച്മെൻ്റാണ്, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അറേഞ്ച്മെൻ്റാണ് അതിൻ്റെ എഞ്ചിനും
അതിൻ്റെ പവറും അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ ഭയങ്കരം. അപ്പം എല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയും എന്തൊരു വണ്ടിയാണ്. രക്ഷയെക്കുറിച്ചും അങ്ങനെയാണ്, രക്ഷയെക്കുറിച്ചും അങ്ങനെയാണ്. എന്തെല്ലാം പരിപാടികളാണ് ദൈവം അതിനു വേണ്ടി ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള രക്ഷ, അതിന് പ്രവാചകന്മാരുടെ ഒരുക്കം, പ്രവചനങ്ങൾ, ശുശ്രൂഷകൾ, ദൈവാലയം, പുരോഹിതന്മാർ, ബലി. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണം, അവൻ ലോകത്തിലേക്ക് വന്നു, ശുശ്രൂഷകൾ ചെയ്തു, കാൽവരിയിലെ ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അത് നമ്മെ അറിയിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന അനേക അനുഭവങ്ങൾ എല്ലാം നമ്മളങ്ങ് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും കർത്താവേ ഭയങ്കരമായിരിക്കുന്നു, എന്തൊരു രക്ഷയാണ്. ഈ രക്ഷയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. അപ്പം അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറഞ്ഞു ഇത്ര വലിയ രക്ഷ, അതിലപ്പുറം പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞു ഇത്ര വലിയ രക്ഷ. അപ്പം ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് ദാനമായി തന്നു. നമ്മുടെ യാതൊരു യോഗ്യതയും പരിഗണിക്കാതെ, നമ്മുടെ യാതൊരു ഒന്നും നോക്കാതെ വളരെ ദാനമായി ഈ മഹത്തായ രക്ഷ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്ന് പങ്കുവെച്ച് തരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവർ, നമുക്ക് രക്ഷയിലുള്ള സന്തോഷം മാത്രമല്ല, ഈ രക്ഷയിലേക്ക് നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ഗുഡ്നെസ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, അതെല്ലാം നമുക്ക് വളരെ സന്തോഷകരമായി തോന്നുന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് നന്ദി പറയും, ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യണം, സ്തുതിക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞതിനെക്കുറിച്ചല്ല കേട്ടോ, ഇവിടെ എല്ലാ സഭകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊന്ന് കൈകൊട്ടാം, പാട്ടുപാടാം, സ്തോത്രം ചെയ്യാം, അലസമായിട്ടിരിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ആ ഒരു അതിശയം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവർ, അത് നഷ്ടപ്പെടാതെ വണ്ണം എപ്പോഴും സജീവമായിട്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ വാസ്തവമായിട്ട് സൂക്ഷിക്കട്ടെ. ഞങ്ങൾ ഒരിക്കൽ എബ്രായ ലേഖനത്തിൻ്റെ ഒരു സ്റ്റഡി ചർച്ചിലിങ്ങനെ നടത്താനായിട്ടിടയായി. ഇങ്ങനെ പഠിച്ചു വന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായി എന്തൊരു പരിപാടിയാണ് ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു അതിനുവേണ്ടി മുടക്കിയ വിലയും അതിൻ്റെ ഗാംഭീര്യമൊക്കെ എത്രയോ വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടിടയായി. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വിചാരിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി, ഈ രക്ഷ, നീതി, വിശുദ്ധി എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. ഇതെല്ലാം ശരിയാണ്, കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി എന്നതിന് സംശയമില്ല. പക്ഷേ എത്ര കാലം കേട്ടാലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും പുതുക്കപ്പെടാനും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നു. രക്ഷയുടെ ത്രികാല അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നീതീകരണത്തെക്കുറിച്ച് പറയാറുണ്ട്, അതുപോലെ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയാറുണ്ട്, അതുപോലെ തേജസ്കരണത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇത് മൂന്നും രക്ഷയുടെ ത്രികാല അനുഭവങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നീതിയുടെ അനുഭവം, നീതിദാനം എന്നാ പറയുന്നത്. നീതിദാനത്തിൻ്റെ സമൃദ്ധി, എന്തൊരു സമൃദ്ധിയാണത്. പിന്നെ എന്താ പറയുന്നത്, വിശുദ്ധീകരണം. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നീട് മഹത്വീകരണം. പിന്നത്തേതിൽ നീ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്, പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നല്ല പറയുന്നത്, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് എടുത്തുകൊള്ളും. വലിയ ഒരു ഗ്ലോറിയസ് ഹോപ്പ്, ഇത്ര വലിയ പ്രത്യാശ. അപ്പം ആ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തിലെ യാതൊരു മതങ്ങൾക്കും പങ്കുവയ്ക്കുവാനായിട്ട് കഴിയാത്ത നിസ്തുല്യമായിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമാണ് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് ബലപ്പെടാനായിട്ട്, ശക്തിപ്പെടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ആദ്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവം നമുക്ക് തന്ന നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. അതിനുശേഷം വിശുദ്ധീകരണത്തെക്കുറിച്ചും കുറച്ച് സമയം ചിന്തിക്കാനും ധ്യാനിക്കാനും സമയമെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ നമുക്ക് നീതീകരണം എന്ന വിഷയത്തിലേക്ക് വരാം. ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട ഒരനുഭവമാണ്. നീതീകരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട, ദൈവത്തിന് മുൻപാകെ ഞാൻ നീതിമാനായിട്ട് നിൽക്കുന്നത്, ഞാനിങ്ങനെ എല്ലാ ഞായറാഴ്ചയും കൃത്യം 10 എന്നുള്ളതിന് 9:50 ചർച്ചയിൽ ചെല്ലും, കൈകൊട്ടും, ആരും കൈകൊട്ടിയില്ലെങ്കിലും ഞാൻ കൈകൊട്ടും, പിന്നെ
ഞാൻ സ്തോത്രം ചെയ്യും, ദൈവത്തെ ആരാധിക്കും, ബ്രെഡ് ബ്രേക്ക് ചെയ്യും, പിന്നെ ഞാൻ സ്തോത്ര കാഴ്ചയിടും, സുവിശേഷ വേലയ്ക്ക് പോവും, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആരാണ്? ദൈവത്തിന് മുൻപാകെ നീതിയുള്ള ഒരു മനുഷ്യനാണ്. ശരിയാണ്, പ്രായോഗിക തലത്തിൽ നിങ്ങൾ നീതിയിൽ വളരുവാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവം മുമ്പാകെ ഒരു മനുഷ്യനെ സ്വീകാര്യനാക്കി തീർക്കുന്നത് ഈ മനുഷ്യൻ്റെ നീതി ഒന്നുമല്ല, നമ്മുടെ പാരമ്പര്യമോ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ ഒന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസമോ കഴിവോ ഒന്നും ദൈവത്തിന് മുൻപാകെ നമ്മുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പണ്ടൊരാൾ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തോമാസ് ലീഗ അങ്ങനെ വന്നിറങ്ങിയ സമയത്ത് ഒരു സന്ധ്യയ്ക്കാണ് തുറമുഖത്ത് വന്നത്. അപ്പം എവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ച സമയത്ത് കൺഫ്യൂസ്ഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിൽക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു വീട്ടിൽ നിന്ന് കേട്ടു. അവിടെ വന്നാണ് സ്റ്റേ ചെയ്തത്. ആ വീട് ഞങ്ങളുടെ വീടായിരുന്നു എന്നാണ് പറയുന്നത്. ആ വീട് കാരണം തോമാസ് ലീഗ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ട്രഡീഷൻ എന്തോ ഒരു വലിയ ഒരു ട്രഡീഷൻ, ഒരു പാരമ്പര്യമാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ പാരമ്പര്യങ്ങളൊന്നും ദൈവത്തിന് മുൻപാകെ ഒരു മനുഷ്യനെ കയറി നിൽക്കാനായിട്ട് പര്യാപ്തമാകില്ല. പിന്നെ എങ്ങനെയാണ് ദൈവം ഈ നീതി നമുക്ക് തരുന്നത്? ദൈവം തന്ന നീതി കർത്താവായ യേശു ക്രിസ്തുവിൽ സൗജന്യമായി നൽകുന്ന നീതിയാണ്. ഗിഫ്റ്റ്, അതൊരു സൗജന്യമാണ്, ദാനമാണ്. അത് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. വീണ്ടും നീതിയെക്കുറിച്ച് പറഞ്ഞാൽ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ്, അല്ലേ? റോമാലേഖനം 5:1 പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യന് എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത്? ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് ക്വൈറ്റ് ടൈം എടുത്തു, അതുകൊണ്ട് സമാധാനം. അതിലൊരു സമാധാനം ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ ദൈവത്തിന് മുൻപാകെ സ്വീകാര്യനായി തീരുന്നത്, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത്, ദൈവത്തിന് മുൻപാകെ നിൽക്കാനായിട്ട് നമുക്ക് ധൈര്യം ലഭിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവ് മുഖാന്തരമാണ്, യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തുവിൽ നിന്ന് വേറിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിന് മുൻപാകെ യാതൊരു സ്വീകാര്യതയുമില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവിന് വേണ്ടി ഏറ്റവും അധ്വാനിച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസിനും സമാധാനം എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള സമാധാനം. എന്ത് സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു കള്ളൻ, അയാൾ ഏത് കളവും നടത്തി എത്ര കാലം കഴിഞ്ഞാലും ശരി, പിടിക്കപ്പെട്ട് അത് കോടതിയിലെത്തി ഡീൽ ചെയ്യാത്തിടത്തോളം കാലം തൻ്റെ ഉള്ളിൽ ഒരു പേടി കാണും. എന്നെ എപ്പോഴാണ് പിടിക്കുന്നത് അല്ലേ? തന്നെ പിടികൂടി കോടതിയിൽ ആ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമയത്ത് തൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. യാതൊരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് താനങ്ങനെ ജീവിച്ച് പ്രായമായി 70-ആയി 75-ആയി 80-ആയി 85-ആയി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തൻ്റെ ദൃഷ്ടിയിലുള്ളൊരു ചിന്ത, ഞാൻ എപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പോകുന്നത്? ഞാൻ എന്താണ് അവിടെ പറയാൻ പോകുന്നത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? എനിക്കെന്ത് കോൺഫിഡൻസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു കോൺഫിഡൻസും ഇല്ല, യാതൊരു ഉറപ്പും ഇല്ല. അതല്ലേ വോൾട്ടയർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പണ്ട് ഇങ്ങനെ പ്രസംഗിച്ചോ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ശുശ്രൂഷ ചെയ്ത നേഴ്സുമാർ പറഞ്ഞു പോലും, ഇനി ഒരിക്കലും ഒരു നിരീശ്വരവാദിയുടെ മരണക്കിടക്കയിൽ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരുത്. അത്ര ഭീകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണസമയം എന്ന് പറയുന്നത്. കാരണം തനിക്ക് യാതൊരു ഉറപ്പുമില്ല, എവിടേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്. ദൈവം എന്ന് പറയുന്ന ന്യായാധിപതിയുടെ മുൻപാകെ എനിക്ക് എങ്ങനെയാണ് നിൽക്കാനായിട്ട് സാധിക്കുന്നത്? പക്ഷെ നമുക്കെന്തുണ്ട്? സമാധാനമുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ കാര്യങ്ങളെ സെറ്റിൽ ചെയ്തു. എങ്ങനെ സെറ്റിൽ ചെയ്തു? യേശുക്രിസ്തു മുഖാന്തരം അത് സെറ്റിൽ ചെയ്യപ്പെട്ടു. മാർട്ടിൻ ലൂതർ ആദ്യം ഒരു അച്ഛനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ കുർബാന, പുത്തൻ കുർബാന എന്ന് കത്തോലിക്കരുടെ ഇടയിലൊക്കെ പറയും, മറ്റുള്ളവരുടെ ഇടയിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഈ കുർബാന അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിൽ നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുർബാനയായതുകൊണ്ട് മാതാപിതാക്കൾ, ബന്ധുക്കൾ, മറ്റൊത്തിരി ആളുകളൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ ശുശ്രൂഷ കാണാനായിട്ട് വളരെ അഭിമാനകരമായ നിമിഷമായതുകൊണ്ട് എല്ലാവരും വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത്
അദ്ദേഹം ഈ ബലിപീഠത്തിലേക്ക് കയറി നിന്ന് കുർബാനയെല്ലാം തുടങ്ങിയ സമയത്ത് ദേ കിടക്കുന്നു, ബോധം കെട്ട് ആള് മറിഞ്ഞു വീണു. ഭയങ്കര നാണക്കേടായിപ്പോയി. കുർബാന കാണാൻ വന്നിരുന്ന ആളുകളുടെ മുൻപിൽ ഇദ്ദേഹം ബോധം കെട്ട് വീണു. അത് പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിച്ചു, ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി മാർട്ടിൻ? അപ്പം അദ്ദേഹം പറയുന്നു, ഇത്ര നീതിമാനായിരിക്കുന്ന ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? എനിക്കതിനുള്ള വിശുദ്ധി ഉണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ ദൈവത്തിന് മുൻപായി എനിക്ക് എന്ത് സ്വീകാര്യതയാണ്, എന്ത് നീതിയാണ്, എന്ത് വിശുദ്ധിയാണുള്ളത്? എൻ്റെ കരങ്ങൾ കൊണ്ട് നീതിമാനായിരിക്കുന്ന ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പറ്റില്ല. അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ബോധം കെട്ട് വീണുപോയി. പിന്നീട് ഒരവസരത്തിലാണ് അദ്ദേഹം ഈ കുർബാനയൊക്കെ അർപ്പിച്ച് പട്ടമൊക്കെ സ്വീകരിച്ച് ഈ ശുശ്രൂഷയിലേക്ക് വരാനിടയായത്. അപ്പം നമുക്കെന്താ അങ്ങനെയുള്ള ബോധക്കേടൊന്നും തോന്നാത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും എൻ്റെ അനീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും എൻ്റെ പാപത്തെക്കുറിച്ചും നമുക്ക് വലിയ ബോധമൊന്നുമില്ല. ഇന്ന് ഒരാൾ പോയി പറഞ്ഞാൽ നമ്മുടെ ബോധക്കുറവ് ഗുണമാണ്. ഗുണമാണ്. നമുക്ക് അത്ര സെൻസ് ഇല്ല. ദൈവം ആരാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അത്ര സെൻസ് ഇല്ല. സ്വർഗത്തിലെ സിറാഫുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മറിച്ച്, രണ്ടുകൊണ്ട് മുഖം മറിച്ച് ദൈവത്തോട് പറയുകയാണ്, നീ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സ്വർഗത്തിലെ ദൂതന്മാർ അത്ര കോൺഷ്യസ് ആണ്. ദൈവമക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്ര കോൺഷ്യസ് ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ അശുദ്ധിയെക്കുറിച്ച്, നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ചൊന്നും അത്രയും ഒരു ബോധം നമുക്ക് വരണമെന്നില്ല. ഒരു ബോധം വരണമെന്നില്ല. ഈ നീതീകരണം എന്ന് പറയുന്നത് ദൈവം വിശ്വാസികളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അല്ലാതെ വിശ്വാസികൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു കാര്യം അല്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന, അഭക്തനെ നീതീകരിക്കുന്ന ദൈവം. നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഞാനാണോ? അല്ല. സുവിശേഷം പറയുന്നയാളാണോ? അല്ല. പിന്നെ ആരാ എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നത്? ദൈവമാണ്, അല്ലേ? അപ്പം ദൈവം വിശ്വാസികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നീതീകരണം, അല്ലാതെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യം അല്ല. എന്താ ശരിക്കും നീതീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നീതീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക എന്നാണ്. നീതിമാൻ എന്ന് ടു ഡിക്ലെയർ റൈച്ചസ്. അത് എന്താണ് നമുക്ക് പരിചയമുള്ള ഒരു ആശയമായിട്ട് തന്നെ ഇരിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പം നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. അവിടെ ചില മനുഷ്യരെ കുറിച്ച് പറയുന്ന, പരിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ നീതിമാൻ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്. ഇതൊരു വലിയ കുഴപ്പമാണ് കേട്ടോ. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ നീതിമാനാണ്, പിന്നെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ കർത്തൃസന്നിധിയിൽ എല്ലാ അർത്ഥത്തിലും റൈച്ചസ് ആയിരിക്കുന്ന മനുഷ്യനാണ്. അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ ധിക്കരിച്ച് കളയും. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് പറയാണ്, ചുങ്കക്കാരനായിരിക്കുന്ന മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളല്ല, തനിക്ക് തൻ്റെ പാപത്തെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പം അദ്ദേഹം ചെയ്ത കാര്യമെന്ന് പറയുന്നത് എന്താണ്? ചുങ്കക്കാരന് ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. മറ്റേയാൾ അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം ചെയ്തത് എന്താണ് നമുക്കറിയാം. ഈ ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അതിന് ആൻസറൊന്നും ഉണ്ടായില്ല, ഒരു ആൻസറും കിട്ടിയില്ല. എന്നാൽ ഈ ചുങ്കക്കാരനായിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നത്, ഇതെല്ലാം പറഞ്ഞ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. എന്തൊരു വ്യത്യാസമല്ലേ? എന്തൊരു വ്യത്യാസമാണ്. 2 മനുഷ്യർ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്നു, ദൈവത്തിന് യാഗമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. ഒരാൾ എന്താണ് വളരെ ഭക്തനാണ് എന്ന് തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഒരുപക്ഷെ ആളുകളും അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തിന് മുൻപാകെ സ്വീകാര്യത കിട്ടില്ല. എന്നാൽ മറ്റേ മനുഷ്യൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം എന്താണ്? പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വർഗത്തിലേക്ക് നോക്കാനുള്ള ധൈര്യം തനിക്കുണ്ടായില്ല. താൻ പറഞ്ഞു, എന്നോട് കരുണയുണ്ടാകണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയാണ്, താൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. എന്താ ഈ നീതീകരണം എന്ന് പറയുന്നത്? സ്വർഗത്തിലെ ദൈവം ആ ചുങ്കക്കാരനായിരിക്കുന്ന മനുഷ്യനെ നീതിമാനായിട്ട് കണ്ടു.
കരുണയുണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഉപവാസത്താലും പ്രാർത്ഥനയാലും പള്ളിക്ക് കൊടുക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ എന്നെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കണമെന്നല്ല പറഞ്ഞത്. കർത്താവേ, ഞാൻ പാപിയാണ്, നിന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണം. പ്രിയമുള്ളവരെ, താൻ എന്ത് ചെയ്തു? താൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി. ഇത് ഒരു വലിയ കാര്യമാണ്. ഈ പല ആത്മീയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്തും ഇത് വേണമെങ്കിൽ സംഭവിക്കാം. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവം മുൻപാകെ താഴ്ത്തിയാൽ ദൈവത്തിന് മുൻപാകെ നമുക്ക് നീതീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വന്നവരെ പോലെ മറ്റാളുകളെ പോലെ നമ്മൾ ഒരുപക്ഷെ മടങ്ങിപ്പോവും. കർത്താവിൻ്റെ സന്നിധിയിലുള്ള നീതിയും വിശുദ്ധീകരണവും ആ നിലയിൽ നമുക്ക് ലഭിക്കണം എന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല. ഒരാൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ദൈവം തന്നിൽ അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു വേദഭാഗം പരിശോധിച്ച് നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്ങളുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നിരിക്കുന്നു. ഇതെല്ലാം എപ്പോഴാണ് സംഭവിച്ചത്? കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവൻ നമുക്ക്, എനിക്കെന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കെന്നല്ല, നമുക്ക്. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നിരിക്കുന്നു. അപ്പം എൻ്റെ ജ്ഞാനം, എൻ്റെ നീതി, എൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്? ദൈവം ദാനമായി തന്ന വിലപ്പെട്ട അനുഭവങ്ങളാണ്. ഞാനല്ലാതെ സ്വയമായി നേടിയെടുത്തു എന്ന് എനിക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ച ഒരു നീതിയാണ് എനിക്കുള്ളത്. പ്രിയമുള്ളവർ, ഈ നീതിയെക്കുറിച്ച് പറഞ്ഞാൽ എന്തു പറയാം? ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്ത നീതി എത്രയധികമാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്രയും നീതി ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പം അവൻ്റെ പേർക്ക് കണക്കിട്ടിരിക്കുന്നു. എന്താ ഈ കണക്കിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? കണക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തത് തിരിച്ച് മേടിച്ചുകൊണ്ട് പോരുന്നതല്ല. രാവിലെ 1000 രൂപ കൊടുത്ത് വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു, അതല്ല കണക്കിടുക എന്ന് പറഞ്ഞു. കണക്കിടുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അത് ഇനി മുതൽ എൻ്റെ സ്വന്തമായിട്ടാണ് ദൈവം കാണുന്നത്. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു കർത്താവിൻ്റെ നീതി എൻ്റെ പേർക്ക് ദൈവം കണക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അത് എൻ്റെ നീതിയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്, എൻ്റെ വിശുദ്ധിയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അതെങ്ങനെ എനിക്ക് ലഭിച്ചത്? അത് ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാനമാണ്. ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാനമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ ഉറപ്പ്. ഈ 30-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അല്പം കൂടെ പറയുന്നുണ്ട്. വിശ്വാസിയെ ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടത്താണ്. ഏതാ സുരക്ഷിതമായ ഇടമെന്ന് പറയുന്നത്? ക്രിസ്തുവിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഈ പുതിയ നിയമത്തിലെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും ഒന്നും ആ പ്രയോഗം പറഞ്ഞിട്ടില്ല. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിൽ എന്ന പ്രയോഗം പറഞ്ഞിട്ടില്ല. എന്നാൽ പൗലോസ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അപ്പോസ്തലൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ്, മറ്റൊരർത്ഥത്തിലും ലഭിക്കുന്നതല്ല. യേശുക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് വരിക. ഒരാൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നത്. അങ്ങനെ ബന്ധത്തിലേക്ക് വരുന്ന സമയത്താണ് തൻ്റെ നീതീകരണം, തൻ്റെ വിശുദ്ധീകരണം, തൻ്റെ ജ്ഞാനം, തൻ്റെ വീണ്ടെടുപ്പ് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തനിക്ക് ബോധ്യം വരുന്നത്. അപ്പം ഇത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. 2 പത്രോസ് 1:10 പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഏതൊരു വിശ്വാസിയുടെയും ഒരു പ്രാഗൽഭ്യമായിരുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അത് നമ്മുടെ സ്ഥാനീയമായിരിക്കുന്ന അനുഭവമാണ്, പൊസിഷണൽ. അപ്പം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ നീതി കുറവുകളൊക്കെ ഉണ്ട്. സത്യമേ പറയാവുള്ളൂ. പക്ഷേ പറയുന്ന സമയത്ത് അറിയാതെ ചില സത്യകേടുകളൊക്കെ വരും. സത്യസന്ധമായിട്ട് ചിന്തിക്കാവുള്ളൂ. എന്നാലും എനിക്കറിയാം ഞാൻ ചിന്തിച്ചു വരുമ്പോൾ ചില അതും ഇതുമൊക്കെ വരും. നല്ലതേ പറയാവുള്ളൂ, കൃപയോടുകൂടിയൊക്കെ പറയാവുള്ളൂ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഞാൻ സോറി പറയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്.
വരികയാണ്. നല്ലതൊക്കെ ചെയ്യാവുള്ളൂ, എങ്കിലും ചെയ്ത് കഴിയുമ്പോൾ സോറി പറയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം പ്രിയമുള്ളവർ, എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നീതീകരണമല്ല വിശുദ്ധീകരണം, വിശുദ്ധീകരണമല്ല നീതീകരണം. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ രണ്ടും രണ്ടാണ്. എപ്പോഴാണ് നീതീകരണം സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ സുവിശേഷം കേട്ടു, തനിക്ക് പാപിയാണല്ലോ എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടായി, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, തൻ്റെ പാപാവസ്ഥയെക്കുറിച്ചൊക്കെ തനിക്ക് മനസ്സിലായി, താൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതീകരിക്കപ്പെട്ടു എന്ന് എപ്പോഴാണ് അറിയുന്നത്? രക്ഷിക്കപ്പെട്ട് വചനമൊക്കെ വായിച്ച് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. ഓ, ഞാനപ്പം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ, കൊള്ളാം, നല്ല കാര്യം, ദൈവത്തിന് സ്തോത്രം. വീണ്ടും ആ നീതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമുക്ക് അതിശയം തോന്നും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ നീതീകരണത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. എനിക്ക് അൺബിലീവബിളായിട്ട് തോന്നി, വിശ്വസിക്കാൻ വളരെ പ്രയാസം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്രയും നീതി എൻ്റെ പേർക്ക് ദൈവം കണക്കിട്ടു എന്ന് പറഞ്ഞാൽ, കർത്താവേ, എന്തൊരു അത്ഭുതമാണത്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു അതിശയമാണ്. കർത്താവിൻ്റെ നീതി വസ്ത്രം എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. ഇനി എന്നെ കാണുന്നത് എന്താണ്? ഒരു നികൃഷ്ട വ്യക്തിയായിട്ടല്ല, പിന്നെ എന്താ കാണുന്നത്? യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ദൈവ പൈതലായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടിരിക്കുന്നു, കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആമേൻ, കർത്താവിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഞാനല്ല, ക്രിസ്തു അത്രേ വസിക്കുന്നു. ഒരിക്കലും ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറിൻ്റെ വീട്ടിൽ ഇങ്ങനെ പോലീസുകാരി എന്ന് ചോദിച്ചു, ഹൂ റിസൈഡ്സ് ഹിയർ, ഇവിടെ ആരാ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ വസിക്കുന്ന ക്രിസ്തുവാന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, അവർ പോയി. ഒരു വിശ്വാസിയുടെ എന്താണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്? എന്താ അവൻ്റെ പ്രാഗൽഭ്യം? വിശ്വാസത്താൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതാണ് നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് 25 വർഷമായി 30 വർഷമായി, ഞാൻ പഴയ ആളാണ്, വളരെ ട്രഡീഷനുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് 35 വർഷമായി, 35 വർഷത്തെ പഴക്കം എനിക്കുണ്ട്, എനിക്ക് അതിലേറെ ഇവിടെ ഒന്നുമല്ല നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് എന്താണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അവനിൽ നിന്ന് മാറി എനിക്ക് യാതൊരു പ്രാഗൽഭ്യവും പറയുവാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുവിലാണ് എൻ്റെ പ്രാഗൽഭ്യം, എൻ്റെ ധൈര്യം, എൻ്റെ സ്വീകാര്യത, എൻ്റെ ഉറപ്പ് എന്നൊക്കെ പറയുന്നു. പിശാചിനും അറിയാൻ കേട്ടോ. പിശാചിനോട് ദൈവം ചോദിച്ചല്ലേ, യോബിനെ പോലെ ഒരാളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പിശാച് പറഞ്ഞു, പിന്നെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം അങ്ങനെയല്ല നീ അവനെ ചെയ്തു വെച്ചാക്കുന്നത്. എന്താ ചെയ്തു വെച്ചാക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും പിന്നെ അവൻ്റെ ചുറ്റിനും വേലി കെട്ടിയേക്കല്ല എന്ന് ചോദിക്കുന്നത്. എന്തൊരു 3 ലെവൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ ദൈവം എന്ത് ചെയ്യുന്നത്? പിശാചിനറിയാം ഏതെല്ലാം നിലയിലാണ് ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ആ അശുദ്ധ വസ്ത്രം നീക്കി നീതി വസ്ത്രം ധരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നീതീകരിക്കുന്നു. ആദ്യത്തെ കാര്യമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പിശാച് അവനെ കുറ്റം വിധിക്കരുത്, ആരും അവനെ കുറ്റം വിധിക്കരുത്. ഇവൻ നീതിയുള്ളവനാണ്, ക്രിസ്തുവിൽ അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അവന് ദൈവത്തിന് മുൻപാകെ സ്വീകാര്യതയുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുൻനിയമിച്ചവരെ വിളിച്ചു, പിന്നെ വിളിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? വിളിച്ചവരെ നീതീകരിച്ചു. അത് ശരിക്കും ചെയ്തത്, അല്ലാതെ ഒരു താളത്തിന് പൗലോസ് ഒരു ഫ്ലോയിൽ എഴുതിയാക്കുന്ന വേഴ്സ് അല്ല അത്. അങ്ങ് എഴുതിപ്പോയതല്ല. പിന്നെ എന്താ പറയുന്നത്? ദൈവം മുൻനിയമിച്ച ആളുകളെ, എന്നെ ദൈവം മുൻനിയമിച്ചു, എന്നെ ദൈവം വിളിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ആദ്യം ചെയ്ത കാര്യം, സുവിശേഷം സ്വീകരിച്ചപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എന്നെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു, നീതീകരിച്ചിരിക്കുന്നു, ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നു. നമുക്കത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ആരാധന അർത്ഥവത്താകണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? ദൈവവചനത്തിലെ വിലയേറിയ സത്യങ്ങൾ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. ഈ ജോൺ മക്കാർദർ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ആരാധന ആഴമുള്ളതാക്കാനായിട്ട് മ്യൂസിക്കൽ സിസ്റ്റവും പെർഫോമൻസും കൊണ്ടൊന്നും ആരാധന ആഴത്തിലാകില്ല. ചലനാത്മകമാക്കാം, മൂവിങ് ആക്കാം, അതൊക്കെ ചെയ്യാം. ആരാധന ആഴത്തിലാകണമെങ്കിൽ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം.
ആരാധനയുടെ അടിസ്ഥാനമായിരിക്കുന്ന വേദപുസ്തകത്തിലെ വിലയേറിയ സത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. അപ്പം നമ്മുടെ പല സഹോദരന്മാരും ഒക്കെ പറയാറുണ്ട്, നമ്മളിങ്ങനെ ആരാധനയ്ക്ക് കൂടുന്ന സമയത്ത് എന്താ നമ്മൾ പറയുന്നത്, കർത്താവ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വെട്ട് കിട്ടി, ഇഷ്ടം പോലെ പാല് കിട്ടി, ഞങ്ങൾക്ക് ഷീറ്റ് കിട്ടി, ഞങ്ങൾക്ക് നല്ല വരുമാനം കിട്ടി, പനിയായിരുന്നു ഒക്കെ മാറി, പിള്ളേരൊക്കെ ജയിച്ചു, എല്ലാറ്റിനും A+ കിട്ടി, എല്ലാം നല്ല കാര്യങ്ങളാണ്, അതൊക്കെ മോശം കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ആരാധനയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. ആരാധനയുടെ അടിസ്ഥാനം ആരാധ്യനായിരിക്കുന്ന ദൈവം തന്നെയാണ്. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്, ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ദോഷിയായിരുന്ന, നികൃഷ്ടനായിരുന്ന, ലംഘനത്തിലകപ്പെട്ട് കിടന്ന, പിശാചിനാൽ പിടിക്കപ്പെട്ട് അവൻ്റെ ആധിപത്യത്തിൽ കിടന്നിരുന്ന എന്നെ വിടുവിച്ച്, രക്ഷിച്ച്, നീതീകരിച്ച്, ശുദ്ധീകരിച്ച്, ദൈവരാജ്യത്തിലാക്കി വെച്ച് ദൈവിക പ്രവൃത്തി ഓർത്ത് കർത്താവെ ഞാൻ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് പറയണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലെ വിലയേറിയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല അറിവ് വേണം. എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ദൈവം എന്നെ നീതീകരിച്ചു എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണെന്നറിയാം, എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാൻ നീതീകരിക്കപ്പെട്ട ആളാണ് എന്ന ഉറപ്പ് എനിക്ക് വളരെ വളരെ ആവശ്യമാണ്. എൻ്റെ പൊന്നെ, എന്തോരം ആവശ്യമാണെന്നറിയാവോ, വളരെ ആവശ്യമാണ്. ഞാൻ നീതീകരിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പം അതിനെക്കുറിച്ച് പല ദൈവദാസന്മാരും ഒക്കെ പറയാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, രാത്രി 2 മണിക്ക് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിളിച്ചെണീപ്പിച്ച് എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ മൂപ്പന്മാരെ വിളിച്ചു ചോദിച്ചു നോക്കട്ടെ കേട്ടോ, വിവരം പറയാം എന്ന് പറയുന്ന ഒരു സ്ഥിതി വരരുത്. പിന്നെ എന്ത് പറയണം? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് സന്തോഷത്തോടെ പറയാൻ, ധൈര്യത്തോടെ പറയാൻ, പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. പിശാച് നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തുമൊക്കെ പലവിധ പരിപാടികളൊക്കെ ആയിട്ട് വന്നപ്പോഴേ, നീ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു നുണയല്ലേ, ഇന്ന് രാവിലെ നിനക്ക് എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിക്കാനുള്ള ധൈര്യം എന്താണ്? കഴിഞ്ഞ ദിവസം നീ വീട്ടിൽ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇന്നതല്ലേ, പാലിൽ വെള്ളം ചേർത്തില്ലേ, അല്ലെങ്കിൽ ഇന്നതുപോലുള്ള പരിപാടി, ഭാര്യയോട് നീ വളരെ മോശമായി സംസാരിച്ചില്ലേ, പിള്ളേരോട് വളരെ അപമര്യാദയായി സംസാരിച്ചില്ലേ, അയൽവക്കംകാരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, അല്ലല്ലോ, പിന്നെ നിനക്ക് എന്തടിസ്ഥാനമാണുള്ളത്? ഇപ്പം നമ്മൾ പറയും, ഞാനിപ്പം കൊലപാതകവും വ്യഭിചാരവും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പെടുന്നതല്ലേ, ഞാനും പെട്ടു. അതിനകത്ത് ഇപ്പം എന്നെ ഇതിന് മാത്രം കാര്യം. പണ്ട് ഒരു സ്നേഹിതൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് അദ്ദേഹത്തോട് സ്നാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് സഹോദരന്മാർ ചോദിച്ചു, അപ്പം ചുമ്മാ ചോദിച്ചതാ, ഭാര്യേനൊക്കെ തല്ലാറുണ്ടോ എന്ന് ചോദിച്ചാൽ, പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കടമയല്ലേ എന്ന് ചോദിച്ചു. അല്ല, അപ്പം അങ്ങനെ തല്ലാനായിട്ട് പറ്റുമോ? അങ്ങനെ തല്ലുന്നത് ശരിയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞാൽ ശരിയാവില്ലെങ്കിൽ തല്ലാതെ എങ്ങനെയാണ് ശരിയാകണമെന്ന് ചോദിച്ചു. അത് സാറ് പറയാൻ പറഞ്ഞു. ക്ലാസ് എടുത്ത സഹോദരനോട് പറഞ്ഞു, സാറ് തന്നെ പറ. അപ്പം അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. എന്നാൽ പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ വലിയവനായിരിക്കുന്ന ദൈവത്തിന് മുൻപാകെ ഞാനെന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും അവൻ ചൊരിഞ്ഞ വീണ്ടെടുപ്പിൻ്റെ രക്തവുമാണ്. ആമേൻ. അവിടെയാണ് എൻ്റെ നിപ്പ്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് ഇല്ല. അത് നിമിത്തം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കാര്യമാകണം. പിന്നെ നമ്മൾ പറയും, ഞാനിപ്പോൾ അങ്ങനെ അത്രയും വലിയ സിന്നൊക്കെ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഉള്ളിലൊരു ചിന്ത പോയി എന്നുള്ളത് ശരിയാണ്. ലൂസിഫറിനോട് ചോദിച്ചു നോക്കണം. ലൂസിഫർ വല്ലതും പറയുമോയെന്നറിയില്ല, ചോദിച്ചു നോക്കിയാൽ പറയും, എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ പോയി. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ മുകളിലേക്ക് കയറി ഇരിക്കുമെന്നും അത്യുന്നതൻ്റെ ഒപ്പം എൻ്റെ സിംഹാസനം വയ്ക്കുമെന്നും ഒരു ചിന്ത അങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ഞാൻ എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാന്നാ പറയുന്നത്? അങ്ങ് പോയി. അപ്പോൾ ഒരു ചിന്തയ്ക്ക് അത്രയും പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നത്? ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണ അത്രയേ ഉള്ളൂ. ഒരു പഴം തിന്നു എന്ന് വിചാരിച്ച് ഇത്രയും വലിയ കാര്യം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഒരു നുണ പറഞ്ഞാൽ ദേ കിടക്കുന്നു അനന്യാസും സഫീറയും. പറ്റുമോ? പറ്റും. ദൈവത്തിൻ്റെ നീതി അതാണ്. പിന്നെ എന്താ അങ്ങനെയൊക്കെ ചെയ്യാത്തത്? ദൈവത്തിൻ്റെ കരുണ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നടുങ്ങുവിൻ.
അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ പാപബോധം എന്ന് പറയുന്നതും നല്ല ബോധമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയോട് പ്രസിദ്ധനായൊരു സുവിശേഷം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ പാപിയാന്നൊരു ഫീലിംഗ് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു വലിയ പാപമാണെന്ന് പറഞ്ഞു. ഇത് വലിയ പാപമാണ്. ചില ആളുകളെ എന്ത് തെറ്റ് ചെയ്താൽ അവരെ ഒന്ന് പറഞ്ഞ് തെറ്റാണ് എന്ന് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് പറ്റും. ആ തെറ്റാണെന്ന് സമ്മതിപ്പിക്കാനുള്ള പ്രക്രിയയിൽ മിക്കവാറും നമ്മൾ തെറ്റിപ്പോവും. നമ്മൾ അവസാനം അവരോട് ക്ഷമ പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് വലിയ പാടാണ്. അപ്പം ഞാൻ ദൈവത്തിന് മുൻപാകെ സുവിശേഷം കേട്ടപ്പോൾ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുകയും കൺഫസ് ചെയ്യുകയൊക്കെ ചെയ്തത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ല. കഠിനമായിരുന്ന ഹൃദയത്തിൻ്റെ മേൽ ദൈവകൃപ വ്യാപരിച്ച് എൻ്റെ ഹൃദയത്തെ ഉരുക്കി, എൻ്റെ കഠിനമായിരുന്ന ഹൃദയത്തെ മാറ്റി മാംസളമായിട്ടുള്ള ഹൃദയം വെച്ച് മലിനാത്മാവിനെ നീക്കി പുതിയൊരാത്മാവിനെ, പുതിയൊരു നേച്ചറിനെ ഉള്ളിൽ തന്ന് ഞാൻ പാപിയാണെന്ന് അംഗീകരിച്ച് സമ്മതിച്ച് യേശുക്രിസ്തുവിനെ ഏകരക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുമ്പം ചില്ലറ കാര്യമൊന്നുമല്ല, അത് അസാധ്യ കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. വളരെ പ്രഗത്ഭരായിരിക്കുന്ന ഡോക്ടർമാർ, സർജന്മാർ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം വലിയ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ഡോക്ടർ പുറത്ത് വരും. അപ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ഒക്കെ ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞു എന്ന് പറയും. അത്രയും പറഞ്ഞ് അദ്ദേഹം പോയി, നമുക്ക് സമാധാനമായി. പക്ഷേ ഈ കക്ഷി ഇതിനകത്ത് ഈ 6-7 മണിക്കൂർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് എന്തൊരു പരിപാടിയാണ്. ഇതെല്ലാം തുറന്നു വെച്ച് എത്ര ആളുകളുടെ സഹായത്തോടുകൂടെ എന്തെല്ലാം മെഷീനുകൾ, എന്തെല്ലാം മരുന്നുകൾ, എന്തെല്ലാം പരിപാടികൾ ചെയ്ത് കഷ്ടപ്പെട്ട് വളരെ ടെൻഷനിൽ നിന്നാണ് ഈ ശുശ്രൂഷ എല്ലാം ചെയ്ത് പൂർത്തിയാക്കി തന്നു. 2 വാക്കിൽ തീർന്നു, കുഴപ്പമില്ല, ആൾ നോർമലായിരിക്കുന്നു, മരുന്നൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സമാധാനം, അവർക്ക് സമാധാനം. പക്ഷേ ചെയ്ത കാര്യങ്ങളുടെ ഭയങ്കരത്വം എന്ന് പറയുന്നത് ചെയ്തവർക്കറിയാളൂ. എന്ന് പറഞ്ഞ പോലെ ദൈവം രക്ഷിക്കപ്പെട്ടുവല്ലേ, രക്ഷിക്കപ്പെട്ടു. എന്തൊക്കെ കാര്യങ്ങളാണ് നിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തതെന്നറിയാമോ? നിനക്ക് അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? ഒരു ബോധവുമില്ല. ബോധം വേണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബോധം നമുക്ക് ആവശ്യമാണ്. ഈ നീതീകരണം എന്ന് പറയുന്നതിൽ ഒരു വലിയ സ്ഥാനീയമായ വശമുണ്ട്. ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം ഒന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1, റോമർ 6-ന്റെ 11, അപ്പസ്തോല പ്രവൃത്തികൾ 13-ന്റെ 38 തൊട്ട് 39 വരെ, അങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വായിക്കാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്നത്, ദൈവം അവൻ്റെ ഗിൽറ്റ്, അവൻ്റെ കുറ്റത്തിന് പരിഹാരം വരുത്തി. ഇനി അവനെ കുറ്റവാളി എന്ന് വിളിക്കില്ല. ദൈവമക്കൾ, സഹോദരന്മാർ, ദൈവജനം, കരുണ ലഭിച്ചവർ, സഭ എന്നിങ്ങനെയൊക്കെയുള്ള പല പേരിലാണ് അവർ അറിയപ്പെടുന്നത്. എന്നാൽ ശുദ്ധീകരണത്തിൽ ദൈവം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, അവരുടെ മലിനമായ അവസ്ഥയ്ക്ക് ദൈവം വാസ്തവത്തിൽ പരിഹാരം വരുത്തുകയാണ്. നീതീകരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ ശുദ്ധീകരണവും അതിൻ്റെ പ്രായോഗിക വശമാണ്. നീതീകരണവും ശുദ്ധീകരണവും തമ്മിൽ ഒരു വലിയ റിലേഷൻഷിപ്പുണ്ട്, ഒരു വലിയ ബന്ധമുണ്ട്. നീതീകരിക്കപ്പെട്ട ആൾ വിശുദ്ധീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒത്തിരി കാലം കഴിഞ്ഞ് ആണ് പിന്നീട് നീതീകരണം കഴിഞ്ഞ ആളുകൾ വിശുദ്ധീകരണത്തിലേക്ക് വരുന്നത്. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാകണം എന്നൊരു നിർബന്ധവുമില്ല. നീതീകരിക്കപ്പെടുമ്പോൾ തന്നെ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയും ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ഞാനൊരു നല്ല ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാം. അപ്പസ്തോല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായം. ബൈബിളുള്ളവർക്കൊക്കെ നോക്കാം. 19-ാം അധ്യായം, അതിൻ്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. വിശ്വസിച്ചവരിൽ അനേകരും വന്നു, തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്, തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറി 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? നീതീകരണം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാൽ ഇവർ അനുസരിക്കാൻ തുടങ്ങിയത്? നീതീകരണം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി. ആ മോമെന്റിൽ തന്നെ വിശുദ്ധീകരണം ആരംഭിച്ചു. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാളോട്
വളരെ പാത്തും പതുങ്ങിയൊക്കെ ചെന്നപ്പോഴേ സ്നാനപ്പെടണ്ടേ, പെടാതിരുന്ന മോശമല്ലേ, പെടണം കേട്ടോ. വളരെ പേടിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, പുകവലി ഉണ്ടോ, അല്ലെങ്കിൽ നിർത്തണം, പിന്നെ എന്താണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വളരെ വളരെ ഒതുങ്ങി നമ്മളെന്തോ ഒരു കുറ്റം ചെയ്യുന്ന പോലെയൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, പക്ഷേ ദൈവം നീതീകരിച്ച മനുഷ്യർ അപ്പം തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു തുടങ്ങി. വിശുദ്ധീകരണത്തിൻ്റെ ആരംഭം അതിനൊരു ലോജിക്കൽ സീക്വൻസേ ഉള്ളൂ, ഒരു ടൈം സീക്വൻസ് ഒന്നും ഇല്ല. രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഓരോന്ന് പയ്യെ നിർത്തി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആളുകൾ, നീതീകരിക്കപ്പെട്ട മനുഷ്യർക്ക് അപ്പോൾ തന്നെ ദൈവത്തെ അനുസരിക്കാനായിട്ട് ആരംഭിക്കും. ദൈവത്തെ അനുസരിക്കാൻ ഇവിടെ എന്താ കാണുന്നത്, ഈ മനുഷ്യർ വിശ്വസിച്ചപ്പോൾ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. എന്തൊരു വലിയ രക്ഷയാണ് ഉണ്ടായത്. രക്ഷിക്കപ്പെട്ട ആളുകൾ വന്നേച്ച് അവരെന്താ പറഞ്ഞത്, അവർ വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾ ഈ ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന മനുഷ്യരാണ്. പൗലോസ് പറഞ്ഞു, കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്യുന്ന പറയുന്നത്, ഇതെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും കാണുക, സകല മനുഷ്യരും കാണുക, അത് കൊണ്ടുവന്ന് പരസ്യമായി ചുട്ടുകളഞ്ഞു. അപ്പം നമ്മൾ പറയുന്നത് അതിന് വിലയില്ലാത്തതാണോ? അയ്യോ, വിലയില്ലാത്തതല്ല. 50,000 വെള്ളിക്കാശ്. എൻ്റെ അമ്മോ, എന്തൊരു വിലയാണ്, എന്തൊരു വിലയാണ്. അപ്പം ഞാൻ പറയുന്നത്, എഫെസോസിലെ ജാതികളായിരിക്കുന്ന മനുഷ്യർ കേട്ട് മനസ്സിലാക്കിയ സുവിശേഷത്തോടുള്ള അവരുടെ പ്രതികരണമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് വളരെ ക്രൈസ്തവമായിരിക്കുന്ന ആശയങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള ആളുകളുടെ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ. ന്യായമായിരിക്കുന്ന ഒരു പ്രതികരണമാണ്. അവർ മനസ്സിലാക്കിയത് ഈ ഗ്രന്ഥക്കെട്ടുകളൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതാണ്, കാശ് കൊടുത്ത് തയ്യാറാക്കിച്ചതാണ്. പക്ഷെ അവരതെല്ലാം എന്ത് ചെയ്യുന്ന പറയുന്നത്, പരസ്യമായിട്ട് ചുട്ടുകളഞ്ഞു. പ്രിയമുള്ളവരെ, ശുദ്ധീകരണം എന്ന് പറയുന്നത് നീതീകരിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വാഭാവികമായിരിക്കുന്ന പ്രക്രിയയാണ്. ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത, ദൈവസന്നിധിയിൽ അശുദ്ധമായിരിക്കുന്ന, ദൈവത്തിന് മുൻപാകെ അംഗീകാരമില്ലാത്ത പാപകരമായിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തായാലും ശരി, അതിനി വെച്ചുകൊണ്ടിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, അത് ഞാൻ ഉപേക്ഷിക്കുന്നു. അപ്പം ഞാനിത് എല്ലാവരും കൂടെ കാണുക, കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞാൽ എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, എന്നെ ഒരു കൂടോത്രക്കാരനായിട്ടല്ലേ ചിന്തിക്കുകയുള്ളൂ. അതേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പം എന്തായിട്ട് ചിന്തിക്കും, ഞാനൊരു ക്ലിയർ ബ്രേക്ക് എടുത്തു. ഏതിൽ നിന്ന് എടുത്തു? അതിൽ നിന്ന് എടുത്തു. ഈ പണ്ട് കാലത്ത് രാജാക്കന്മാർ, നല്ല കരുത്തന്മാരായ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ പാലം കത്തിച്ച് കളയുന്നവരും, ബേണിംഗ് ദ ബ്രിഡ്ജസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അതായത് ഒരു രാജ്യത്തു നിന്ന് അപ്പുറത്തേക്ക് അവർ പാലത്തിലൂടെ അപ്പുറത്ത് ഇങ്ങനെ കയറുന്ന സമയത്ത് രാജാവ് അല്ലെങ്കിൽ സൈനിക നേതാവ് പറയും, പാലം കത്തിച്ച് കളഞ്ഞേക്കാൻ പറയും. കാരണം എന്താണ്, ഇനി ആരും തിരിച്ച് യാക്കോബായിലേക്കും കത്തോലിക്കയിലേക്കും ഹിന്ദു മതത്തിലേക്കും പോകരുത്. ജയിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുൻപിൽ ഇല്ല. വേറൊരു ഓപ്ഷൻ ഇല്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? യുദ്ധം ചെയ്ത് വിജയിക്കുക. അപ്പം ഇവരുടെ ജീവിതത്തിൽ ഇവർ നീതീകരിക്കപ്പെട്ട സമയത്ത് തന്നെ എന്തൊരു വലിയ രൂപാന്തരവും ശുദ്ധീകരണവുമാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നത്. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വേദഭാഗം, പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം, അതിൻ്റെ എത്രയാണ് 33 തൊട്ടുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, ജയിലർ രക്ഷിക്കപ്പെടുന്ന ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനൊരു ഒത്തിരി പ്രായോഗികതകൾ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ എന്താ പറയുന്നത്, വിശുദ്ധീകരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് തന്നെ ആരംഭിച്ചു. അവൻ ആ രാത്രിയിൽ, ശ്രദ്ധിക്കണം കേട്ടോ, ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ആ നാഴികയിൽ തന്നെ എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. അതല്ലേ ഈ മാനസാന്തരം എന്ന് പറയുന്നത്? മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതല്ലേ? ഞാൻ ഈ കർത്താവിൻ്റെ ദാസന്മാരെ എന്തോരം വേദനിപ്പിച്ചു. ഈ പൗലോസിനെയും ശീലാസിനെയും ലൂക്കോസിനെയും ഒക്കെ എന്ത് ഉപദ്രവിച്ചു, എന്തോ ഒരു ഇടി ഇവർക്കിട്ട് കൊടുത്ത് ഇവരുടെ പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറി വെച്ചിരിക്കുകയാണ്. ഇവരുടെ കൈകളെല്ലാം വിലങ്ങ് വെച്ച് തകർത്തിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, അവരെ വീട്ടിൽ കൊണ്ടുപോയി അവരെ കട്ടിലേക്ക് എടുത്തിട്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു കാണും. അദ്ദേഹം ആ മുറിവുകൾ അദ്ദേഹവും ഭാര്യയും മറ്റുള്ളവരൊക്കെ ചേർന്ന് കഴുകി മുറിവുകളെ കെട്ടി അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ചെയ്തത് വളരെ തെറ്റിപ്പോയി.
ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം. ഇതാ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇത് എത്ര നാളെടുത്തു? ഫോർഗീവ് മൈൻഡ് എങ്ങനെ ഈ മനുഷ്യൻ്റെ കൈ കിട്ടിയത്? നമുക്കറിയാം, ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ ഹൃദയം എന്നൊക്കെ പറയുന്നത് എന്തൊരു കഠിന ഹൃദയമാണ്. പൗലോസിനെ എവിടെ കയറ്റിയത്? ഏറ്റവും വലിയ IS തീവ്രവാദികളെ ഇടുന്ന പോലെയാണ് കയറ്റിയത്. ആമത്തിൽ, അകത്തെ മുറിക്കകത്ത് ആമത്തിലിട്ടെന്നാണ് പറയുന്നത്. കയ്യും കാലും ഒക്കെ ചങ്ങലയിലാക്കി അത്ര ഒരു ഭീകരനെ പോലെ കൈകാര്യം ചെയ്ത് ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് അയാളുടെ മുറിവുകളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് മുറിവുകളെ കെട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തോട് ക്ഷമ പറയുകയാണ്. പ്രിയമുള്ളവർ, ഇതല്ലേ വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്നാ ആരംഭിച്ചത്? താൻ രക്ഷിക്കപ്പെട്ട ആ രാത്രിയിൽ, ആ നാഴികയിൽ തന്നെ. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം ആരംഭിക്കും. അപ്പം നീതീകരിക്കപ്പെട്ടു എന്നുള്ളതൊരു സ്ഥാനീയമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ അതിന് യാതൊരു ബന്ധമൊന്നും ഇല്ലെന്നില്ല. നീതീകരണം കഴിയുമ്പോൾ തന്നെ വിശുദ്ധീകരണം ആരംഭിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ജയിലർ മാത്രം മുറിവുകളെ കഴുകി ക്ഷമ ചോദിച്ചാൽ മതിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമ ചോദിക്കേണ്ട എത്ര ആളുകൾ കണ്ടേക്കാം. ഞാൻ വേദനിപ്പിച്ചിട്ടുള്ള എത്രയോ മനുഷ്യർ, എത്ര വ്യക്തിത്വങ്ങൾ, ഞാൻ പ്രതിനിധി കാണിക്കേണ്ടുന്ന എത്ര ആളുകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വൈഫ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരന്മാർ, എന്നെ വചനം പഠിപ്പിച്ചവർ, എന്നെ രക്ഷയിലേക്ക് നയിച്ചവർ, എത്ര ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്. അവരോടൊക്കെ എനിക്ക് നല്ല മനസ്സ് തന്നെയാണോ? കർത്താവ്, ഞാൻ അവരെയൊക്കെ വാസ്തവത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ, മുറിപ്പെടുത്തിയിട്ടുണ്ടോ? കർത്താവ് എന്നോട് ക്ഷമിക്കണം. ഞാൻ അവരോടും അതൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരണം. അതൊരു ന്യായമായ റെസ്പോൺസ് അല്ലേ? ഈ മനുഷ്യനിങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ക്ലാസ് കേട്ടോ? ജയിലർ കേട്ടില്ല, ജയിലറുടെ ഭാര്യ കേട്ടോ? നിങ്ങൾ ആരെയോ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ഇയാളുടെ മുറിവ് കഴുകാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നൊന്നും താൻ പറഞ്ഞില്ല. താനും തൻ്റെ കുടുംബവും, താൻ രക്ഷിക്കപ്പെട്ടു, തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു, മക്കൾ പ്രായമായെങ്കിൽ അവരെ സ്വീകരിച്ചു, വീട്ടിലെ ആളുകൾ സ്വീകരിച്ചു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു കൺവേർഷൻ എക്സ്പീരിയൻസാണ്. എന്നിട്ട് നമ്മളിവിടെ കാണുന്നത്, അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു, പിന്നെ വീട്ടിൽ കൈക്കൊണ്ടു, ഭക്ഷണം കൊടുത്തു, ആനന്ദിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു വരണമെങ്കിൽ ചിലപ്പം 10-15 വർഷമൊക്കെ എടുക്കും. നമ്മുടെ ഭവനം ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു കുടുംബത്തെ സ്വീകരിക്കണമെങ്കിൽ, ഭക്ഷണം കൊടുക്കണമെങ്കിൽ, അതിസൽക്കാരം ചെയ്യണമെങ്കിൽ എത്ര താമസമാണ്, എത്ര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വരണം ദൈവത്തിൽ വിശ്വസിച്ചതിൽ. അവർ രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഹൃദയത്തിലും ജീവിതത്തിലും വലിയ സന്തോഷമുണ്ടായെന്നാണ് പറയുന്നത്. വലിയ സന്തോഷം വന്നു. നമ്മുടെ ഉള്ളിൽ ആ സന്തോഷമുണ്ടോ? കർത്താവിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിലുള്ള സന്തോഷം, സമാധാനം, ആശ്വാസം, ധൈര്യം ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? ശരിക്കും നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. കർത്താവെ, സുബോധമായിട്ട് ചിന്തിക്കാൻ എന്നെ സഹായം. രക്ഷയുടെ സന്തോഷത്തിൽ എന്നെ എപ്പോഴും ഉറപ്പിക്കണം. രക്ഷ എൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന കാര്യങ്ങൾ എന്തോ ഒരു വലുതാണ്. നമ്മുടെ മനസ്സിൽ മാത്രമല്ല, ഈവൻ നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ ശരീരത്തിലൊക്കെ രക്ഷ വരുത്തുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്നറിയോ? കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ നടത്തുന്ന ഒരു സീക്കേഴ്സ് ക്ലാസ്സിൽ ഒരു സ്നേഹിതൻ വന്നു, ഫാമിലിയായിട്ട് വന്നു. അവർ വന്ന് അവരോട് ഇങ്ങനെ പല ദിവസങ്ങളിൽ വചനമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തെ ചേട്ടാ എന്ന് വിളിച്ചു. അപ്പം പുള്ളി ഒന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ടേ, എനിക്ക് ബ്രദറിൻ്റെ അത്രയും പ്രായം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് എന്നേക്കാൾ ഒത്തിരി പ്രായമുള്ള ഒരാളായിട്ടാണ് തോന്നിയത്. പുള്ളിയുടെ അപ്പിയറൻസൊക്കെ കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും പ്രായമൊന്നും പുള്ളിക്ക് ഇല്ല. അങ്ങനെ 1 മാസത്തോളം വന്ന് വചനമൊക്കെ കേട്ട് പല ബൈബിൾ ക്ലാസ്സുകൾ, മീറ്റിങ്ങുകളൊക്കെ ഒന്ന്. പിന്നെ ഒരു ദിവസം വന്നപ്പം പുള്ളിയുടെ പ്രായം ഒരു 10 വയസ്സ് കുറഞ്ഞു. തലമുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തു, താടിയൊക്കെ ശരിയാക്കി, ഒരു നല്ല ഷർട്ടൊക്കെ ഇട്ടു, മുണ്ടൊക്കെ എടുത്ത് അദ്ദേഹം വന്നപ്പം ആളാകെ മാറി. ഇതെങ്ങനെയാണ് മാറിയത്? സുവിശേഷം വിശ്വസിച്ച ആൾ മാറില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഉള്ളു മാത്രമല്ല, പുറവും മാറും, എല്ലാം മാറും. സർവത്ര വ്യത്യാസമാണ്. സർവത്ര വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ആളുകൾ ആദ്യമായിട്ട് ചർച്ചിൽ വരുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. എന്നിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഉള്ള ഒരു ഫോട്ടോയും കൂടെ എടുത്ത് രണ്ടും കൂടെ കാണിക്കണം. ചേട്ടൻ വന്നപ്പോൾ ഈ കോലത്തിലാണ് ഇങ്ങോട്ട് വന്നത്, ചേച്ചി വന്നപ്പോൾ ഈ കോലത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാണ് നിങ്ങൾ ഈ സെറ്റപ്പിലേക്കൊക്കെ വന്നത്. അതൊന്ന് ഓർത്തിരിക്കുന്നതും
ചിന്തിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നന്ദി പറയുന്നതും ഒക്കെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു വ്യത്യാസത്തിൻ്റെ നാന്ദിയായി തീർന്നത് ഇതിനെ സ്വീകരിച്ചതായിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ്. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്, നീതീകരിക്കപ്പെട്ട വിശ്വാസികളിൽ ദൈവം ആരംഭിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആരംഭിക്കും. അത് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകും എന്നതിന് യാതൊരു സംശയത്തിൻ്റെ ആവശ്യം വാസ്തവത്തിൽ ഇല്ല. 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലെ ലുദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളും അങ്ങനെ തന്നെയാണ്. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു, അവളും കുടുംബവും സ്നാനമേറ്റു. എത്ര നാൾ കഴിഞ്ഞു? അപ്പം തന്നെ സ്നാനമേറ്റു. ഇന്നെന്താ അങ്ങനെ സ്നാനപ്പെടാത്തത്? അങ്ങനെ തന്നെയാണ് സ്നാനപ്പെടേണ്ടത്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല ആളുകളോട്. സ്നാനമൊക്കെ ഒരു സെപ്പറേറ്റ് സംഭവമായിട്ടൊക്കെ പറഞ്ഞ് ഒത്തിരി വർഷങ്ങൾ, നാളുകളൊക്കെ കഴിഞ്ഞ് ഒക്കെ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കും: കർത്താവിൻ്റെ ഇഷ്ടാവായിട്ട് സ്വീകരിക്കണം, കർത്താവിൻ്റെ ഒരു അധികാരത്തിൻ്റെ കീഴിലേക്ക് നിങ്ങൾ വരണം, സ്നാനമേൽക്കണം, സഭയോട് ചേരണം, പഴയകാല ജീവിതശൈലികൾ വിടണം, എന്നിട്ട് ദൈവമക്കളോട് ചേർന്ന്, ദൈവജനത്തോട് ചേർന്ന് മുന്നോട്ട് പോകണം. തയ്യാറാണെന്ന് പറഞ്ഞു. ആ രാത്രിയിൽ സ്നാനമേറ്റു. വലിയൊരു ചലഞ്ചാണ് അദ്ദേഹത്തിന് മുൻപിൽ വെച്ചത്. ആ സ്ത്രീയും അവളുടെ വീട്ടുകാരും എല്ലാവരും ആ രാത്രിയിൽ എന്ത് ചെയ്തു? അവർ സ്നാനമേറ്റു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? സ്നാനം എന്ന് പറയുന്നത് ഒബീഡിയൻസ് അല്ലേ, അനുസരണമല്ലേ, അത് വിശുദ്ധീകരണമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയുന്നത്? വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്ന വീട്ടിൽ വന്ന് പാർപ്പിന് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചു. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട്, വരണം കേട്ടോ എന്നല്ല, വരണം, വന്നേ പറ്റൂ, വരാതെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി അവരെ സ്വീകരിച്ചു, അത് സൽക്കാരം ചെയ്തു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ഒരു വലിയ മനുഷ്യൻ്റെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. സ്ഥാനീയമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചില വാക്കുകളൊക്കെ പറയട്ടെ. റോമാലേഖനം 6-ാം അധ്യായമാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഒരു വേദഭാഗം. 6-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെട്ടു, അയാൾ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിന്നീട് വരുന്ന ഒരു ചിന്താഗതി എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പൗലോസ്, നിങ്ങളെല്ലാവരും എന്ത് പരിചയമുള്ളൊരു വാക്യമല്ലേ? എന്തൊരു പരിചയമുള്ളൊരു വാക്യമാണ് അത്. ഇനി ആ വാക്യത്തെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന്, ഞാൻ ഈ ബൈബിൾ വായിക്കാതെയൊക്കെ ജീവിക്കുന്നത് എങ്ങനെ? ഞാൻ പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ? ഞാൻ മിണ്ടാതെയും പറയാതെയും ജീവിക്കുന്നത് എങ്ങനെ? ഞാനൊരു ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാതെ ജീവിക്കുന്നത് എങ്ങനെ? എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ ആകെപ്പാട് താളം തെറ്റിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ പൗലോസ് പറയുന്നത് പാപസംബന്ധമായി മരിച്ചു. നീ മരിച്ചുപോയി എന്നല്ല പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പാപത്തിൻ്റെ ശിക്ഷ തീർന്നു, പാപത്തിൻ്റെ ശക്തിക്കും ഒരു വലിയ വ്യത്യാസം നിൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ പൗലോസ് ചോദിക്കുന്നത്, ഇനി എങ്ങനെയാണ് ഇതിൽ ജീവിക്കുന്നത്? 6-ാം അധ്യായം തുടക്കം പറയുന്നത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ എന്നോ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഈ റഷ്യയിൽ ജീവിച്ചിരുന്ന പഴയ ഒരു മങ്ക് റാസ്പുട്ടിൻ എന്ന് പറയും. റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ഭയങ്കര പ്രസിദ്ധമായ പാട്ടൊക്കെ ബോണിയമ്മിലുണ്ട്. പഴയ പാട്ടാണ്, പണ്ടകാലത്തെ പാട്ടാണ്. അപ്പോൾ റാസ്പുട്ടിൻ തിയോളജി ഉണ്ട്. റാസ്പുട്ടിൻ റഷ്യയിലെ സാർ ചക്രവർത്തിമാരും ജനങ്ങളെ ഉപദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പാപം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. കാരണം ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങൾ പാപത്തിൽ ജീവിച്ചോ, പാപത്തിൽ തുടർന്നോ, നോ പ്രോബ്ലം, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സഹോദരിമാരെ, നിങ്ങൾ എങ്ങനെയാണ് പാപത്തിൽ തുടരുന്നത്? പാപകരമായിരിക്കുന്ന ചിന്ത, പാപത്തിൻ്റെ മാലിന്യങ്ങൾ, പാപവുമായിട്ടുള്ള ബന്ധങ്ങൾ, മാനസാന്തരപ്പെടാതെ എങ്ങനെയാണ് ഇതിൽ ജീവിക്കുന്നത്? എങ്ങനെയാണ് ഇതിൽ തുടരുന്നത്? അസാധ്യമാണ്. പൗലോസിന് പറയുമ്പം അതൊരു തിയറിയല്ല, പൗലോസ് തൻ്റെ ജീവിതമാണ് പറഞ്ഞത്. പൗലോസ് രക്ഷിക്കപ്പെട്ടു അല്ലേ? ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് താൻ കൺവേർഷൻ എക്സ്പീരിയൻസിലേക്ക് വന്നു. അദ്ദേഹം എന്ത് ചെയ്ത? 3-ാമത്തെ ദിവസം സ്നാനപ്പെട്ടു. പിന്നെ എന്താ ചെയ്തത്? ദൈവമക്കളോട് ചേർന്നു.
പിന്നെ എന്താ ചെയ്തത്? സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് എല്ലാം ഇതാണ്. പൗലോസ് പറയുന്നത് പഴയ പരീശത്വവും പരീശമതവും കാര്യങ്ങളും എല്ലാം വിട്ടു. യഹൂദൻ എന്താണ്? പരീശരിൽ നിന്ന് ജനിച്ച പരീശനാണ്, എബ്രായ ഭാഷക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എല്ലാം ശരിയാണ്. പൗലോസ് പറയുന്നത് എനിക്ക് പ്രശംസയായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവകൃപ നിമിത്തം, സുവിശേഷ നിമിത്തം ഞാനതെല്ലാം വെറും ചപ്പെന്നും ചവറെന്നും എണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വ്യത്യാസത്തിലേക്ക് ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കിനി പഴയ ആളായിട്ട് തുടരാൻ സാധ്യമല്ല. വിശ്വാസികളെ സംബന്ധിച്ചും അത് തന്നെയാണ്. എനിക്കൊരു പഴയ ആളായിട്ട് ഇനി തുടരുക അസാധ്യമാണ്. ഒരു പഴയ സഭാംഗമായിട്ട് തുടരുക അസാധ്യമാണ്. ഞാൻ ഇനി പാപത്തിൽ തുടരാനായിട്ട് പാടില്ല, ലോകസ്നേഹത്തിൽ തുടരാനായിട്ട് പാടില്ല, ഒരു ലോകമൈത്വത്തിൽ ജീവിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്കൊരു പഴയ വ്യക്തിയായി തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പം ഞാനതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഒരു സഹോദരൻ അങ്ങനെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു, എനിക്കിതൊക്കെ മതി. ഇപ്പം ഈ അടുത്ത നാൾ ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് ഇങ്ങനെ ചെന്നപ്പോൾ അവിടെയുള്ള സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു സങ്കടം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും രക്ഷിക്കപ്പെട്ടില്ല, പെട്ടു. രക്ഷ പോവോ? ഇല്ല. സ്വർഗത്തിൽ പോവില്ല, സ്വർഗത്തിൽ പോവും. എനിക്ക് അവിടെ ആ പടിവാതിൽക്കൽ ഇരുന്നാലും മതി, എനിക്ക് പിന്നെ പ്രതിഫലമൊന്നും, ഒരു പ്രതിഫലവും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിങ്ങനെ തന്നെ പൊക്കൊള്ളാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒത്തിരി സങ്കടപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫീലിംഗ്, ഇതൊരു തെറ്റായ തിയോളജിയാണ്, തെറ്റായിരിക്കുന്ന ആശയമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. ഞാൻ സ്നാനപ്പെട്ടു, അതും ശരിയാണ്. ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകും, അതും ശരിയാണ്. പക്ഷേ പിന്നെ പറഞ്ഞതൊന്നും ശരിയല്ല. എനിക്ക് അവിടെ ചെന്ന് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാലും മതി, എനിക്കിങ്ങനെയൊക്കെ ജീവിക്കാം, ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചോളാം എൻ്റെ സഹോദര എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അത് ശരിയായിരിക്കുന്ന തീരുമാനമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതിൽ തുടരുന്നത് എങ്ങനെ? അതാ ചോദിക്കുന്നത്. അങ്ങനെ തുടരാനായിട്ട് തീരുമാനിക്കുന്നത് എന്താണ്? അതിൻ്റെ സാങ്കത്യം എന്താണ്? അതിൻ്റെ വേദശാസ്ത്രം എന്താണ്? അങ്ങനെ തുടരാനായിട്ടൊരു വിശ്വാസിക്ക് പറ്റില്ല. അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേ പറ്റൂ. അതേ ഇവിടെ പൗലോസ് പറയുന്നത്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ അതിൽ തുടരുക എന്നോ എന്താ ഈ പറയുന്നത്? അസാധ്യമാണ്, ഒരു നാളും അരുത്. വളരെ ശക്തമായ പ്രയോഗമാണ്. വീണ്ടും 2-ാം വാക്യത്തിൽ പറയും, നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ, ഇനി അതിൽ തുടരുന്നത് എങ്ങനെ? അസാധ്യമാണ്, അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ചർച്ചിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം നീതിയിലും വിശുദ്ധിയിലുമുള്ള ഒരു പുരോഗതിയാണ്. അത് വരുമ്പം ക്രിസ്ത്യാനികൾ ജയിക്കും, സഭ ജയിക്കും, ലോകം പരാജയപ്പെടും, ദൈവനാമം മഹത്വപ്പെടും. അല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ശരി, നമ്മൾ രക്ഷപ്പെടില്ല. അപ്പം നമ്മൾ പാട്ടുകാരെ കുറിച്ചൊന്നുമല്ല, നല്ല ഫൈൻ മ്യൂസിക്, നല്ല ഹോള്, നല്ല വെൽ ഡ്രസ്ഡായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാം നിന്നാലും ചർച്ച് സിമെട്രിയിലെ ചർച്ച് പോലെ ഇരിക്കുള്ളൂ. ഒരു വ്യത്യാസവും വരില്ല. വ്യത്യാസം വരണമെങ്കിൽ എന്ത് വരണം? നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനങ്ങൾ വരണം. അത് വരാതെ ഒരു രക്ഷയില്ല. ഞാനൊരു സംഭവം പറഞ്ഞ് വേഗം അവസാനിപ്പം. ലോകപ്രസിദ്ധനായ ഒരു ദൈവദാസനായിരുന്നു മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമൊക്കെ ആയിട്ട് പരിചയം കാണും. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിനും ഡോക്ടറായിട്ട് അദ്ദേഹം ഇരുന്നിട്ട്, അങ്ങനെയുള്ള കാലത്ത് അദ്ദേഹം കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം വേലയ്ക്ക് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ ചർച്ചിലേക്ക് പോയി. ആ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷ ഏറ്റെടുത്തു. അപ്പോൾ ഏറ്റെടുത്ത സമയത്ത് ആ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ രാവിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി അവർ ഒരു ഡ്രാമ ടീമിനെ എല്ലാ ആഴ്ചയിലും വരുത്തും. എന്തിനാണെന്ന് ചോദിച്ചാൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ പോവും, പള്ളിക്കകത്ത് പിന്നെ ആരും ഉണ്ടാവില്ല. ഇവരെ ഒന്ന് പിടിച്ചിരുത്താനായിട്ട് എന്ത് ചെയ്തു? ഒരു എൻ്റർടൈൻമെൻറ്റ് ടീമിനെ എല്ലാ ആഴ്ചയിലും വാടകയ്ക്ക് എടുത്ത് ചെയ്യിപ്പിക്കും. അപ്പം ഈ ഡോക്ടർ ജോൺസ് അവിടെ ചെന്നിട്ട് ചെയ്ത ആദ്യത്തെ കാര്യം, ഇവരെ പറഞ്ഞു വിട്ടു, പൊക്കോളാൻ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങോട്ട് പോന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ഞായറാഴ്ച തൊട്ട് അദ്ദേഹം ചെയ്ത കാര്യം, ഈ ബൈബിള് തുറന്ന് ഓരോ പുസ്തകമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ആ ചർച്ച അങ്ങോട്ട് അടിസ്ഥാനപരമായിട്ട് അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ
1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കൂടി വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പം എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരണം, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരണം, മനസ്സിന് പുതുക്കം ഉണ്ടാകണം. അപ്പം നമ്മൾ വളരും, നാം വളരും, നമ്മുടെ കുടുംബങ്ങൾ വളരും, വ്യക്തി ജീവിതങ്ങൾ വളരും, സഭകൾ വളരും. അതല്ലാതെ നമുക്ക് എന്താ വേറൊരു വഴിയുമില്ല. മക്കാർദനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ച് സൂക്ഷ്മം വരുത്തിയതല്ല, എങ്കിലും പറഞ്ഞ ആളുകൾ വിശ്വസനീയരാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ അമേരിക്കൻ പ്രീച്ചേഴ്സിൻ്റെ ഒക്കെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗം ചർച്ചിൽ വന്ന് തുടങ്ങുമ്പോൾ ഒരു തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് പയ്യെ അവർ തുടങ്ങുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ശുശ്രൂഷ ഏറ്റെടുത്ത് ചർച്ചിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ജോൺ മക്കാർദർ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ഇന്ന വേദഭാഗത്തേക്ക് കടന്നു വരാം, നമുക്ക് പ്രസംഗിക്കാം. ആത്മീയ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ആയുധങ്ങൾ, പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പിന്നെ എന്താ നമ്മുടെ ആയുധങ്ങൾ? ഏത് കോട്ടയും തകർക്കാൻ തക്കവണ്ണം മതിയായ ദൈവികമായിരിക്കുന്ന ആയുധങ്ങളാണ് നമ്മുടെ ആയുധങ്ങൾ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ വചനത്തെ ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രസംഗിക്ക്. വേദപുസ്തക സത്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ ടച്ച് ചെയ്യട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് വ്യത്യാസം വരും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും. പാപത്തിൽ തുടരുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തീർച്ചയായിട്ടും വരും. നമുക്ക് ഒരു പുതുക്കം ഉണ്ടാകും, നമുക്കൊരു ശുദ്ധീകരണം വരും, നമുക്ക് ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരും. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ വലിയ റിവൈവൽ ഉണ്ടായി എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയാമോ? പിറ്റേ ദിവസം പോസ്റ്റ് ഓഫീസിൽ ആളുകളുടെ നീണ്ട നിര. ഇവരോടൊക്കെ വായ്പ മേടിച്ചത് കൊടുത്തിട്ടില്ലായിരുന്നു. മണി ഓർഡർ ഫോം മേടിച്ച് വായ്പകൾ തിരിച്ചു കൊടുക്കാനുള്ള ആളുകളുടെ നീണ്ട ക്യൂ ആണ്. ഒരു ഫാക്ടറിയിൽ ഒരിക്കലും ഒരു വലിയ റിവൈവൽ ഉണ്ടായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റോക്ക് റൂം എന്ന് പറയുന്നത് പഴയ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആളുകൾ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഓരോന്നും എടുത്തുകൊണ്ട് പോവില്ല. തലവണ, പിന്നെ കമ്പിളി, പിന്നെ ഫാൻ അഴിച്ചുകൊണ്ട് പോകുന്ന വിദ്വാന്മാരുണ്ടായിരുന്നു പണ്ട്. ഇപ്പം അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്ന് പറയുന്ന പോലെ ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു സ്പാനർ എടുത്തിട്ടു. ഇന്നത്തെ പോലെ CCTV ഒന്നുമില്ല, അതെടുത്തിട്ടു. 2 നട്ട് എടുത്തിട്ടു. വേറെ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനം എടുത്തിട്ടു. ഉണർവിഞ്ഞോട് വന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മനുഷ്യരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അവർക്ക് പാപബോധം വന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, ഇനിയും പാപത്തിൽ തുടരുന്നത് എങ്ങനെ? അപ്പോൾ അവർക്ക് മനസ്സിലായി, ബന്ധങ്ങളെ യഥാസ്ഥാനത്താക്കണം, നഷ്ടപ്പെടുത്തിയ സാധനങ്ങൾ മടക്കി കൊടുക്കണം, അതുപോലെ പല ക്രമീകരണങ്ങൾ തൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ ആവശ്യമുണ്ട് എന്ന കാര്യം തനിക്ക് മനസ്സിലായി. ആ വ്യത്യാസത്തിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. അതൊരു വലിയ അനുഭവമായിട്ട് അവരുടെ ജീവിതത്തെ ടച്ച് ചെയ്യാനിടയായി. ഈ പത്തനംതിട്ടയിലൊക്കെ ആദ്യകാലത്ത് റിവൈവൽ വന്ന കാലത്ത് ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുള്ള ക്ലാസ് റൂമിൽ അധ്യാപകർ സൂപ്പർവിഷന് പോകാറില്ലായിരുന്നെന്ന് പറഞ്ഞു, പരീക്ഷയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കോപ്പി അടിക്കില്ല, ഉറപ്പാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇന്ന് ബൈബിൾ കോളേജ് കോപ്പി അടിക്കും. ബൈബിൾ കോളേജിൽ ഒത്തിരി ആളുകളും പാസ്സാകുന്നത് കോപ്പി അടിച്ചാണ്. തിയോളജിയും ഹിസ്റ്ററിയും ഒക്കെ പാസ്സാകുന്നത് പലപ്പോഴും കോപ്പി അടിച്ചാണ്. അവർക്കല്ലാതെ എഴുതി പാസ്സാകാൻ അവർക്കറിയില്ല. അപ്പം ഈ നീതീകരിക്കപ്പെടുക, രക്ഷിക്കപ്പെടുക, കർത്താവിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു ഭംഗിവാക്കൊന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മളെ ടച്ച് ചെയ്യട്ടെ, നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ ആദ്യത്തെ ഈ 1 മണിക്കൂർ അവസാനിപ്പിക്കാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.